അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കറുത്ത വർഗ്ഗക്കാരിൽപ്പെട്ട ഒരു സ്ത്രീ നബീൻ്റെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, നബിയെ, എനിക്കൊരു രോഗം പിടിപെട്ടിട്ടുണ്ട്. ആ രോഗമുണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിലെ ഔറത്ത് വെളിവാകുന്ന രൂപത്തിൽ വസ്ത്രം പൊങ്ങിപ്പോകാറുണ്ട് നബിയെ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രവാചകരെ, താങ്കൾ ആ അസുഖം ഒന്ന് മാറാൻ വേണ്ടി നബിയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് സഹാബി വനിതയോട് പറയുന്നുണ്ട്, ആ രോഗത്തെ തൊട്ട് നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരമായിട്ട് നിങ്ങൾക്ക് സ്വർഗം തരും എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ആ സഹാബി വനിത എന്താണ് പറഞ്ഞത്? നബിയെ, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. എൻ്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ആ രോഗത്തെ തൊട്ട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ് നബിയെ. എനിക്ക് ഈ അസുഖങ്ങൾ വരുമ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ഔറത്ത് വെളിവാകുന്ന രൂപത്തിൽ വസ്ത്രം പൊന്നുന്നുണ്ടല്ലോ, ആ വസ്ത്രം പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ പ്രാർത്ഥിച്ചാൽ മതി എന്നാണ്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി നോക്ക്. അവർക്ക് സ്വർഗം എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി നോക്ക്. ക്ഷമിച്ചാൽ, ഈ രോഗത്തെ തൊട്ട് നിങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ആ സഹാബി വനിത പിന്നീട് ആ പ്രയാസമല്ല ചിന്തിച്ച്, മറിച്ച് ക്ഷമിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടുമല്ലോ എന്നാണ് ചിന്തിച്ചത്. കണ്ടോ, അതാണ് നമ്മുടെ മുൻഗാമികൾ സ്വർഗത്തെക്കുറിച്ചുള്ള അവരുടെ ചിന്താഗതി ഉണ്ടായിരുന്നത്, അല്ലേ? അവരിങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് മാത്രമേന്നില്ല. അവർക്ക് സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുനിയാവിൽ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രയാസങ്ങളെയെല്ലാം തന്നെ മറികടക്കാൻ അവർക്ക് ആ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് അവർക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു സംഭവം ഉണ്ടല്ലോ, റബിയ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താങ്ങും തണലായി നടന്ന സഹാബിയാണ് റബിയ റളിയല്ലാഹു അൻഹു. ഈ റബിയ റളിയല്ലാഹു അൻഹു ഒരിക്കലും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് wudu എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബിയ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ സഹാബ, നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെന്ന് എന്നോട് ചോദിക്കാൻ പറഞ്ഞു. ആ സഹാബിക്ക് നല്ലൊരു വീട് ചോദിക്കാമായിരുന്നു, അല്ലെ, കുറേ സമ്പത്ത് ചോദിക്കാമായിരുന്നു, സ്ഥാനമാനങ്ങൾ ചോദിക്കാമായിരുന്നു, അതേപോലെ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങളും ചോദിക്കാമായിരുന്നു. പക്ഷേ ആ സഹാബി എന്താ പറയുക, നബിയോട് ചോദിച്ചത്, നബിയെ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? നാളെ അള്ളാഹിൻ്റെ സ്വർഗത്തിൽ പ്രവാചകൻ്റെ കൂടെ എനിക്ക് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹമല്ലാതെ വേറൊരാഗ്രഹം എനിക്കില്ല നബിയെ എന്ന് സ്വഹാബി പറയണം. എന്ന് ആലോചിച്ച് നോക്കി നോക്ക്. അതാണ് പറഞ്ഞതേ, സ്വഹാബത്ത് സ്വർഗം സ്വപ്നം കണ്ടത് എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു. അതുകൊണ്ടാണല്ലോ സ്വഹാബത്തിന് നിങ്ങളൊന്ന് എടുത്ത് നോക്കി നോക്ക്. അവർക്ക് ദുനിയാവിൻ്റെ പേരിൽ അവർക്കൊരു സങ്കടമില്ലല്ലോ. അവർക്ക് ദുനിയാവിൻ്റെ പേരിൽ സങ്കടമില്ല. അവർ നമ്മളെക്കാൾ പട്ടിണിയും പരിതാപവും ബുദ്ധിമുട്ടും അവർ ദുനിയാവിൽ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് ദുനിയാവിൻ്റെ കാര്യത്തിൽ സങ്കടങ്ങൾ പറയാനുണ്ടായിരുന്നില്ല. കാരണം അവർ ചിന്തിച്ചിരുന്നത് എന്തറിയോ? ഇതൊക്കെ ക്ഷമിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടുമെങ്കിൽ പിന്നെ ഈ ദുനിയാവിൽ ഇതൊക്കെ അനുഭവിച്ചു എന്നുള്ളത് കൊണ്ട് എന്ത് കുഴപ്പമാണുള്ളത് എന്നാണ് അവർ ചിന്തിച്ചിരുന്നത്, അല്ലേ? അതേപോലെ തന്നെ ഹാരിസത്ത് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം, ബദറിൻ്റെ തലേ ദിവസം മുസ്ലിമീങ്ങളുടെ കൈകൊണ്ട് തന്നെ മരണപ്പെട്ട ഒരു സഹാബിയാണ് ഹാരിസത്ത് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹു. അങ്ങനെ ബദർ യുദ്ധമൊക്കെ കഴിഞ്ഞ് അവസാനം അവർ തിരിച്ചു വരുമ്പോൾ, മുസ്ലിമീങ്ങൾ വിജയിച്ച് തിരിച്ചു വരുമ്പോൾ വഴിയിൽ വെച്ചിട്ട് ഹാരിസത്ത് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവിനെ കാണുന്നുണ്ട്. ഈ മാതാവിൻ്റെ അടുത്ത് പല സഹാബത്തും പറയുന്നുണ്ട്, എന്ത് ഇങ്ങനെ സംഭവം, മുസ്ലിമീങ്ങളുടെ കൈകൊണ്ടാണ് മരണപ്പെട്ടത്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഷഹീദിൻ്റെ കൂലി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഉമ്മ പോകുന്നുണ്ട്. പോയിട്ട് ആ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചേ, നബിയെ, എൻ്റെ കുട്ടി മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഞാൻ അറിഞ്ഞു, എന്നാൽ എൻ്റെ കുട്ടിക്ക് സ്വർഗം ഉണ്ടോ നബിയെ ചോദിച്ചു. അപ്പോൾ നബി എന്താ പറഞ്ഞത്? ഹാരിസയ്ക്ക് ഒരു സ്വർഗമല്ലെന്ന് കൊടുക്കുക, ധാരാളം സ്വർഗങ്ങളാണ് അള്ളാഹു ഹാരിസയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, നമുക്കങ്ങനെ പറ്റുമോ? നമുക്കും പറ്റണം. അവർക്ക് എന്തുകൊണ്ടറിയാം അങ്ങനെ പറ്റിയത്? അവരുടെ ജീവിത ലക്ഷ്യം അള്ളാഹിൻ്റെ സ്വർഗമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളും ദുനിയാവിൽ ജീവിക്കുമ്പോൾ അള്ളാഹിൻ്റെ സ്വർഗത്തിലേക്ക് എത്തണം എന്നുള്ള അടിയുറച്ച നിയ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. നിങ്ങൾ സ്വർഗം കിട്ടണം എന്നുള്ള നിയ്യത്തോടു കൂടി ജീവിച്ചു നോക്കി.
ദുനിയാവിൽ എന്തൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും, ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും, ആരൊക്കെ കളിയാക്കിയാലും, ആരൊക്കെ കുത്തുവാക്ക് പറഞ്ഞാലും, ആരൊക്കെ നമ്മൾ ഏതൊക്കെ രൂപത്തിൽ ബുദ്ധിമുട്ടിച്ചാലും അതൊന്നും തന്നെ നമ്മൾ അലട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്താ അറിയോ, നമുക്കതൊന്നും നോക്കാൻ നേരമില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? അള്ളാഹിൻ്റെ സ്വർഗം എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ സ്വർഗം എന്നുള്ളതാണ്. ഞാൻ ഈ ദുനിയാവിൽ എത്രത്തോളം ക്ഷമിക്കുന്നുവോ അത്രത്തോളം അള്ളാഹിൻ്റെ സ്വർഗത്തിൽ എനിക്ക് സൗകര്യങ്ങൾ കൂടുമെങ്കിൽ, ദുനിയാവിലെ പരീക്ഷണങ്ങളിൽ നമുക്ക് ക്ഷമിച്ചാൽ എന്താണ് കുഴപ്പം? ഒന്ന് ആലോചിച്ച് നോക്കി നോക്ക്. ഒരു മനുഷ്യന് കിട്ടാനുള്ളതിൽ ഏറ്റവും വലിയ കിട്ടലാണ് അള്ളാഹുവിൻ്റെ സ്വർഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനുള്ള സൽബുദ്ധി തരികയും ഒപ്പം അള്ളാഹുവിൻ്റെ സ്വർഗം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള മഹത്തായ അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.